ഏത് വേറത് എല്ലാം മാറി കിടക്കണില്ലേ? ഒന്നും ശരിയാവണമില്ല. ശരിയാവൂല. അത് അത് മാത്രമല്ല അച്ഛന് ഗുരുത്വവും ഇല്ല. ഗുരുത്വം എനിക്കില്ലേ? വെള്ളിമുഖം എടുത്ത് മണ്ടറിഞ്ഞില്ല. അച്ഛാ, അച്ഛന് ഗുരുത്വം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ചിറ്റപ്പനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? എങ്ങനെ ചെയ്യുമായിരുന്നു? ചിറ്റപ്പൻ അച്ഛന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ. എന്നിട്ട് അച്ഛൻ തിരിച്ച് നന്ദി വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ത്യാഗം യവനാ? നീ എന്ത് ത്യാഗം ചെയ്തിട്ടുള്ളത്? പറയടാ, നീ എനിക്ക് എന്ത് ത്യാഗം ചെയ്തത്? അച്ഛന് വേണ്ടിട്ടല്ലേ ചിറ്റപ്പന്റെ പഠിത്തം കളഞ്ഞത്? അതെ, ചിറ്റപ്പന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ പോയില്ല. എന്തുകൊണ്ടാ? കുടുംബത്തിന് വേണ്ടി പഠിക്കാൻ പോയില്ല. ഓ, അത് ശരി. അപ്പൊ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയാണ് നീ പ്രീ ഡിഗ്രി പഠിക്കാൻ പോവാത്തല്ലേ? എടാ കള്ള യവനെ, 10ാം ക്ലാസ് ജയിക്കാൻ പറ്റ പാടെ ദൈവത്തിന് അറിയാം. തുണ്ടും വെച്ച് അടുത്തിരിക്കുന്ന കോപ്പി അടിച്ചാണ് അവൻ പാസ്സായത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചേർന്ന് 4 വേണം പൊട്ടി. ഇത് എത്ര ശരിയാണ് അവനെ അറിഞ്ഞുകൂടാ. അവസാനം കൂടെ പഠിച്ചവന്മാർ യവനെ പഠിപ്പിക്കാൻ സാറായിട്ട് വന്നപ്പോൾ ഇവൻ പ്രീ ഡിഗ്രി നിർത്തി. ഇതാണ് ഞാൻ കേട്ടുള്ളതാണ്. വീട്ടുകാർക്ക് ഇതാണ് അറിയാന്നുള്ളത്. അതെന്തോ ആവട്ടെ. ഞാൻ പ്രീ ഡിഗ്രി പഠിത്തം നിർത്തിയോണ്ടാണല്ലോ നിനക്ക് ഡിപ്ലോമ എടുക്കാൻ പറ്റിയത്. നീ പ്രീ ഡിഗ്രി തോറ്റതും ഞാൻ ഡിപ്ലോമ പാസ് ആകുമ്പോൾ എന്താ ബന്ധം? ഞാൻ നന്നായിട്ട് പഠിച്ചോണ്ട് ഞാൻ ഡിപ്ലോമ പാസ്സായി. ആയുടെ മണ്ടൻ കൊണാപ്പായി. ഇപ്പോഴും പഴയ പോലെ ഇപ്പോഴും മണ്ടത്തിന് യാതൊരു കുഴപ്പമില്ല. പ്രീ ഡിഗ്രി അപ്പോൾ എനിക്ക് വഴിമാറി തന്നു എനിക്ക് ജയിക്കാൻ വേണ്ടി. ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞത്. അച്ഛൻ ഡിപ്ലോമ പഠിക്കാൻ കയറിയത് കൊണ്ടാണ് ചിറ്റപ്പന് പഠിക്കാൻ പറ്റാത്ത. അങ്ങനെ വീട്ടിലെ ചുമതല മൊത്തം ചിറ്റപ്പന്റെ തലയിലായി. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താടാ ഇത്? എന്തിനു ഇവള് പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം IAS ആവണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒറ്റ തെറ്റിപ്പോയി. ഞാൻ ഡിപ്ലോമ എടുത്തതാണ് അവൻ IAS എടുക്കാൻ പറ്റാത്ത. നീ പോടേ, ഞാൻ പണിയിട്ട്. അത് മക്കളെ പ്രീ ഡിഗ്രി ഞാൻ ചിറ്റപ്പ നന്നായിട്ട് എഴുതി. പോട്ട് ചിറ്റപ്പ ഈ പ്രീ ഡിഗ്രി പൊട്ടിയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ തന്നെ BSc പൊട്ടിയിട്ട് എത്ര മാസം വീട്ടിലിരുന്നല്ലേ? 2 കൊല്ലം. ഞാൻ ചോദിച്ചാ എത്ര കൊല്ലം ചോദിച്ചാ? പക്ഷെ ഞാൻ ഇപ്പൊ എഴുതി പാസ്സായില്ലേ? അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈ പ്രീ ഡിഗ്രി ഇല്ല, +2 ആണ്. അതുകൊണ്ട് ഈ ചിറ്റപ്പ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ശരി, ശരിയാവൂല. ശരിയാവൂല. എന്താടാ വായി കൊണ്ടിരിക്കുന്നത്? പോയണ്ട. ഞാനേ ഇനി പ്രീ ഡിഗ്രി എഴുതിയാ കിട്ടുമോ? കിട്ടും. എടുത്തോണ്ട് വെച്ച് എടുത്തോണ്ട് വന്നാൽ മതി. 45 വയസ്സായില്ലടാ ഇറക്കാൻ. കിട്ടൂല. പ്രീ ഡിഗ്രിക്കല്ല കാര്യം, പ്രായോഗിക ബുദ്ധിയാണ് ആവശ്യം ജീവിക്കാൻ. പ്രീ ഡിഗ്രി അതിന് എഴുതി പാസ്സാകുമ്പോൾ 60 വയസ്സാവും, പൂർത്തിയാവും. അടുത്ത ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 70 വയസ്സാവും. അത് ആലോചിച്ചിട്ട് വേണം പോകാൻ. ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല. പിള്ളേരൊക്കെ പറഞ്ഞു. നീ പിള്ളേരെ റൂമിനായിട്ട് പോയി ഈടെ അടുത്ത സംശയങ്ങളൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുക. ക്യാഷ് കൊണ്ട് ചോദിച്ചാൽ നല്ല മറുപടി. കഷ്ടം. ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായല്ലോ. അച്ഛനെന്തോ മഹാഭാവം ചെയ്തല്ലോ അവിടെ സംസാരിച്ചോണ്ടത്. എടാ, ചിറ്റപ്പൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നോ? ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ ഏട്ടാ? ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഒരു തീരുമാനത്തിലെത്തുവോ മറ്റുള്ളവരോട് പെരുമാറുമോ ചേച്ചി, മലയാള ഭാഷയിൽ 4 വാക്കറിയാന്ന് പറഞ്ഞാൽ എവിടെ എടുത്തും അലക്കരുത്. സോറിടാ, ഇനി ആ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുള്ളൂ. ഉപയോഗിച്ചാ ചേച്ചിക്ക്. മക്കളെ എന്റെ പൊന്ന് ചിറ്റപ്പ, ബടായി അടിക്കുമ്പോഴേ കുറച്ച് മയത്തിലൊക്കെ അടിക്കണം കേട്ടോ. അത് പിന്നെ മക്കളെ ഈ പ്രാരാബ്ധത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ കഥ പറയുമ്പോ കുറച്ച് കനമായിട്ടിരുന്ന് കെട്ടേന്ന് ചിറ്റപ്പൻ വിചാരിച്ചു. അതല്ലേ ചിറ്റപ്പ 2 കെട്ടൊക്കെ കയറ്റി പറഞ്ഞത്. ഇനിയുണ്ടോ ത്യാഗത്തിന്റെ കഥകൾ? അങ്ങനെ ചോദിച്ചാ ഇനി 1-2 കൂടെ ഒക്കെ ഉണ്ട്. മക്കൾ കേൾക്കണോ? അയ്യോ വേണ്ട, ആ കെട്ട് അഴിക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ഇത് തന്നെ ധാരാളം. ചിറ്റപ്പൻ എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പകരം ശിക്ഷയുണ്ട്. എന്താ മക്കളെ? ചിറ്റപ്പന്റെ കൈ കൊണ്ട് അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു തരണം. അത്രേ ഉള്ള ചിറ്റപ്പ, ചിറ്റപ്പന് ഐസ്ക്രീം വാങ്ങാൻ പോവാണല്ലോ.
അപ്പൊ നാളൊരു കാലത്ത് ഈ കഥയും ത്യാഗത്തിന്റെയും പ്രാരബ്ധത്തിന്റെയും കഥയുടെ ഞങ്ങളോട് തന്നെ പറയോ? Yeah.